പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഈ പ്രഭാതം എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നുവോ? ഒരു പുതിയ മാസത്തിന്റെ 2-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ദിവസങ്ങൾ എത്ര വേഗത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതല്ലേ? ഇപ്പോഴാണ് ജനുവരി തുടങ്ങിയത് എന്ന് തോന്നുന്നു. അപ്പോഴേക്കും ഇതാ ജൂലൈ മാസം വന്നിരിക്കുന്നു. ശരിയല്ലേ? പകുതി വർഷം കടന്നു കഴിഞ്ഞു അല്ലേ? ദിവസങ്ങൾ വേഗത്തിൽ ഓടിപ്പോകുന്നു. ദിവസങ്ങൾ വേഗത്തിൽ ഓടുന്നതോടൊപ്പം യേശുവിന്റെ വരവ് സമീപിച്ചുകൊണ്ടിരിക്കുന്നു. ലോകാവസാനം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് നാം ഓർക്കേണ്ടതാണ്. നമ്മുടെ ജീവിതയാത്രയുടെ ഓട്ടവും അവസാന ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നും ഓർക്കണം. എന്നാൽ അവസാനം വരെ നമ്മുടെ കൂടെയിരുന്ന് വഴി നടത്തിയ യേശു, എന്റെ കൈപിടിച്ചു വാ, ഞാൻ നിന്നെ നടത്തും എന്ന് പറഞ്ഞ് നമ്മെ നടത്തിക്കൊണ്ടു പോകുന്നു. യേശുവോടൊത്ത് നടക്കുന്നത് വലിയൊരു ഭാഗ്യമാണല്ലേ? യേശു നമ്മോടൊത്ത് നടക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു. ഇതെത്ര വലിയ ഭാഗ്യമുള്ള കാര്യമാണല്ലേ? ശരി, ഇന്ന് യേശു എനിക്ക് തരുന്ന വാക്കെന്താണ് എന്നറിയാൻ ആകാംക്ഷയോടെ ഇരിക്കുകയാണല്ലേ? 37-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ യഹോവ ഒരു വിഷയം പറയുന്നു. ദുഷ്ടകാലത്ത് അവർ ലജ്ജിച്ചു പോവുകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. നിങ്ങളോടാണ് കർത്താവ് പറയുന്നത്, ആപത്ത് കാലത്ത് ലജ്ജിച്ചു പോകാതെ ക്ഷാമകാലത്ത് തൃപ്തരായിരിക്കും. ആപത്തുള്ള കാലത്ത് ഞാൻ നിങ്ങളെ ലജ്ജിക്കാൻ അനുവദിക്കില്ല. ക്ഷാമകാലം പോലെ തോന്നിയാലും നിങ്ങളെ ഞാൻ തൃപ്തരാക്കി അനുഗ്രഹിച്ച് നടത്തും എന്ന് കർത്താവ് പറയുന്നു. നിങ്ങൾ ആപത്തുള്ള സ്ഥിതിയിലായിരിക്കാം ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഏതോ ആപത്തുള്ള സാഹചര്യം നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ ജോലിക്ക്, നിങ്ങളുടെ ബിസിനസ്സിന്, നിങ്ങളുടെ ശരീരത്തിന് ഏതോ ആപത്തുള്ളയൊരു നില, ഒരു പരിതസ്ഥിതി. ദൈവം പറയുന്നു, നിങ്ങൾ ലജ്ജിച്ചു പോവുകയില്ല. ഞാൻ ആപത്ത് കാലത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാനുള്ളപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ ഉപേക്ഷിക്കുക? നിങ്ങളെ ലജ്ജിക്കാൻ അനുവദിക്കില്ല, ധൈര്യമായിരിക്കൂ എന്ന് യഹോവ നിങ്ങളെ നോക്കി പറയുന്നു. ഇന്ന് നിങ്ങൾ ആപത്തുള്ളയൊരു സാഹചര്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണോ? ഞാൻ ലജ്ജിച്ചു പോകുമോ? എല്ലാം അവസാനിച്ചുവോ? ഇത്രയേ ഉള്ളോ എന്ന് വിചാരിക്കുകയാണോ? നിങ്ങൾ ലജ്ജിക്കാൻ യഹോവ അനുവദിക്കില്ല. എന്താണ് അതിന്റെ അർത്ഥം? നാണക്കേടിനു പകരം 2 മടങ്ങ് ബലം തരുമെന്ന് വേറൊരു സ്ഥലത്ത് വാക്ക് തന്നിരിക്കുന്നു. 2 മടങ്ങ് ബലം നിങ്ങൾ കാണും. തളർന്നു പോകരുത്. ക്ഷാമകാലത്തും ഒരു ക്ഷാമം. നമ്മുടെ സാഹചര്യത്തെ നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ക്ഷാമകാലം സമീപിക്കുന്നത് പോലെ തോന്നും. ക്ഷാമം വന്നാൽ ഒരു നാട് മുഴുവൻ ബാധിക്കപ്പെടും. ജനങ്ങൾക്ക് ബാധിപ്പുണ്ടാകും. സർക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിക്കും. അതുപോലെയൊരു കാലത്തും ഞാൻ നിങ്ങളെ തൃപ്തരായി നടത്തും എന്ന് കർത്താവ് പറയുന്നു. എത്ര വലിയ ഭാഗ്യമാണല്ലേ? അപ്പോൾ ക്ഷാമകാലം വന്നാൽ പോലും നിങ്ങൾക്ക് ക്ഷാമമുണ്ടാവില്ല. നിങ്ങൾ തൃപ്തിയോടെ, സന്തോഷത്തോടെ ഭക്ഷിച്ച് ആനന്ദത്തോടെ ഇരിക്കും. അപ്പോൾ ഏത് കാലത്തും നമ്മെ പരിപൂർണമായി ആശീർവദിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളും മാറ്റങ്ങളും ഒക്കെ കണ്ട് നിങ്ങൾ തളർന്നു പോകാത്ത വിധം യഹോവയെ മുറുകെ പിടിക്കൂ. അത്രയുള്ളൂ. കർത്താവേ, അങ്ങ് എന്റെ കൂടെയുണ്ട്, എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ ഞാൻ ലജ്ജിച്ചു പോവുകയില്ല. ക്ഷാമകാലത്ത് പട്ടിണി, കഷ്ടമെന്ന് മുടങ്ങിക്കിടക്കുകയുമില്ല. അങ്ങെന്നെ തൃപ്തിയോടെ നടത്തും എന്ന് വിശ്വാസത്തോടെ പറഞ്ഞു നോക്കൂ. ഉടനെ ഒരത്ഭുതം നടക്കും. ഇന്നൊരത്ഭുതം നിങ്ങൾക്ക് നടക്കുവാൻ പോകുന്നു. അതുകൊണ്ടാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. പറയുമോ, ദൈവമേ, ഈ പോരാട്ടത്തിന്റെയും കഷ്ടത്തിന്റെയും കാലത്ത് ഞാൻ ലജ്ജിച്ചു പോകാൻ അങ്ങ് അനുവദിക്കില്ലെന്ന് വിശ്വസിക്കുന്നു. ക്ഷാമം വളയുന്ന കാലത്തു പോലും അങ്ങ് തൃപ്തിയായി പോഷിപ്പിച്ച് നടത്തും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ തളരുകയില്ല. വിശ്വസിക്കുന്നു. അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ